ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു JM അക്കാഡമി. ഇന്നത്തെ OETയുടെ വീഡിയോയിൽ റീഡിംഗ് ആൻഡ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റീഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് 4 ചലഞ്ചസ്, അതായത് വൊക്കാബുലറി, പാരാഫ്രേസിംഗ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, കോംപ്രിഹെൻഷൻ, ഇതിലൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസും അതിന്റെ കുറച്ച് സൊല്യൂഷൻസും. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എന്നാലും ഇതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ റീഡിംഗ് ആൻഡ് ലിസണിങ്ങിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ സ്കോറിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് വൊക്കാബുലറീസിനെ കുറിച്ചാണ്. ഓക്കെ, നൗ റീഡിങ്ങിന്റെ പാർട്ട് സിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ടുള്ള വൊക്കാബുലറീസ് കാണാനായിട്ട് സാധിക്കുന്നത്. റീഡിങ്ങിന്റെ പാർട്ട് സി മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ, അക്കാഡമിക് ആൻഡ് ഇഡിയമാറ്റിക് വൊക്കാബുലറീസ് ആണ് സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത്. ടെക്നിക്കൽ വൊക്കാബുലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OETയിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളെയാണ് നമ്മൾ ടെക്നിക്കൽ വൊക്കാബുലറീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മാനിഫെസ്റ്റേഷൻ, ക്യോർ, ഐസൊലേറ്റഡ്, അബ്രേഷൻ, ഇങ്ങനെയുള്ള വാക്കുകൾ. അപ്പോൾ ഈ ടെക്നിക്കൽ വൊക്കാബുലറീസിൻ്റെ ഒക്കെ മീനിങ് നമുക്ക് ഡെയിലി നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന വാക്കുകളായിരിക്കും. ഇനിയുള്ളത് അക്കാഡമിക് വൊക്കാബുലറീസ് ആണ്. അതാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ടുള്ള വൊക്കാബുലറീസ്, ലൈക്ക് ഡെഡ്യൂസ്, കോണ്ടിനം, ഡിവൈസ് പോലെയുള്ള വാക്കുകൾ. ഓക്കെ, പിന്നെയുള്ളത് ഇഡിയമാറ്റിക് വൊക്കാബുലറി ആണ്, അതായത് ഫിഗറേറ്റീവ് മീനിങ് ഉള്ള വാക്കുകൾ. എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കട്ടിംഗ് കോർണേഴ്സ്, ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ്. ഓക്കെ, കട്ടിംഗ് കോർണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണേഴ്സ് കട്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് അല്ല അവിടെ വരുന്നത്. അതിൻ്റെ അർത്ഥം ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വേയിൽ, അല്ലെങ്കിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയിൽ, ചീപ്പസ്റ്റ് ആയിട്ടുള്ള വേയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെയാണ്. ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലെയിം എന്ന് പറയുന്നത് ഫയറുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫെയിൽ ആകുക എന്നാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് കുറച്ചുകൂടെ ഫിഗറേറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ഒരുപാട് റീഡിങ്ങിൻ്റെ പാർട്ട് സിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന വാക്കുകൾ പഠിച്ചു വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. അതായത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വാക്കുകൾ. ചില ക്വസ്റ്റ്യനിലെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന വാക്കുകളും ഓപ്ഷൻസിലെ വാക്കുകളും ഒക്കെ പഠിച്ചു വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്സ് വായിച്ചുകൊണ്ട് നിങ്ങളുടെ വൊക്കാബുലറീസ് ഇമ്പ്രൂവ് ചെയ്യാം. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ നിന്ന് വാക്കുകൾ എടുത്ത് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി വെക്കാം. അങ്ങനെ നിങ്ങൾക്ക് വൊക്കാബുലറീസ് ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷേ ഈ പഠിക്കുന്ന വൊക്കാബുലറീസ് എല്ലാം നമുക്ക് ചിലപ്പോൾ എക്സാമിന് ഓർമ്മയിൽ ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ എക്സാമിന് വരണമെന്നോ ഇല്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരു വാക്കിൻ്റെ മീനിങ് ഇപ്പം അറിയില്ലെങ്കിലും, ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ഡിവൈസ് എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ഡിവൈസിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ല. ആ ഡിവൈസ് എന്ന വാക്കിൻ്റെ മീനിങ് ഇല്ലാതെ തന്നെ ആ സെൻറ്റൻസിലെ മറ്റു വാക്കുകളും യൂസ് ചെയ്തുകൊണ്ട്, പ്രിപ്പോസിഷൻസ്, കോൺട്രാസ്റ്റ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പം 1-2 വാക്കുകളുടെ മീനിങ് ഒരു പാരഗ്രാഫിൽ അറിയില്ലെങ്കിലും നമ്മൾ ആ പാരഗ്രാഫിൻ്റെ മെയിൻ ഐഡിയ എടുക്കാനായിട്ട് ബാക്കിയുള്ള സെൻറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക്, അല്ലെങ്കിൽ ബാക്കി പ്രിപ്പോസിഷൻസും ഗ്രാമറും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പാരഗ്രാഫിൻ്റെ ഐഡിയ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വൊക്കാബുലറി നമുക്ക് ആൻസർ ചെയ്യാൻ ചിലപ്പം വേണമെന്ന് വരില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കോണ്ടെക്സ്റ്റ് ക്ലൂസ്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതായത് ഒരു വാക്കിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ് സെൻറ്റൻസ് വെച്ചിട്ട് ഗസ് ചെയ്തെടുക്കാം അതിൻ്റെ മീനിങ് എന്തായിരിക്കും എന്നുള്ളത്. അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ മെത്തേഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വൊക്കാബുലറീസ് ടഫായിട്ടുള്ളവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം 2, 3 അല്ലെങ്കിൽ 3, 4 ഓപ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അല്ലേ? റീഡിങ്ങിൻ്റെ പാർട്ട് ബിയിൽ 3 ഓപ്ഷൻസും പാർട്ട് സിയിൽ 4 ഓപ്ഷൻസും ആണുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ആദ്യം തന്നെ നിങ്ങൾ പാരഗ്രാഫ് വായിച്ചിട്ട് ഓപ്ഷൻസും അല്ലെങ്കിൽ ക്വസ്റ്റ്യനും ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് എലിമിനേഷൻ മെത്തേഡിലോട്ടാണ് പോകുന്നതായിട്ട് കാണാറുള്ളത്. അങ്ങനെയല്ല, നമ്മൾ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസ് അവിടെ യൂസ് ചെയ്യണം. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് അത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതേത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതെങ്ങനെയാണ് ആ പാരഗ്രാഫിൽ നിന്ന് ആ ഒരു ടൈപ്പിനനുസരിച്ച് നമുക്ക് ആൻസേഴ്സ് എടുക്കാൻ പറ്റുന്നതെന്ന് അറിഞ്ഞു വെക്കുക. ഇപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ആ സ്ട്രാറ്റജി യൂസ് ചെയ്യുക. ദെൻ ഓപ്ഷൻസ് വായിക്കുക. ഓപ്ഷൻസിൻ്റെ മീനിങ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറയും. ഓക്കെ, ഡിഫറൻസിയേഷൻ എന്താണ്, ഓക്കെ, ഓപ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ എല്ലായിടത്തും ഓസ്ട്രേലിയ, ഗൈഡ് ലൈൻസ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, എല്ലാ ഓപ്ഷൻ നോക്കുമ്പോഴും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ നോ ക്ലിയർ റീസൺ എന്നുള്ളതാണ്, അതായത് റീസൺ ഇല്ല. രണ്ടാമത്തതിൽ അൺനെസസറി, ആവശ്യമില്ല, അല്ലേ?
വോണ്ട് ബി ക്രിയേറ്റഡ്, പ്രോബബ്ലി വോണ്ട് ബി ക്രിയേറ്റഡ്, ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ടു ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ വ്യത്യാസമുണ്ട്. അൺനെസസറിയും ഡിഫിക്കൾട്ട് ടു ക്രിയേറ്റും ഡിഫറെൻ്റ് ആണ്. അൺനെസസറിയും നോ ക്ലിയർ റീസൺ എന്നുള്ളതും ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഓപ്ഷൻസിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ദെൻ ഓപ്ഷൻസിനെ പാരഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ എലിമിനേഷനിലോട്ട് പോകാനായിട്ട്. ഡയറക്റ്റ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ കറക്റ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഇത് ഓപ്ഷൻസ് നമ്മൾ കൺഫ്യൂഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെന്ന് പോലെയുള്ളൊരു തോട്ട് വരാതിരിക്കാനും ഒക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത പോയിന്റാണ് പാരഫ്രേസിങ്. ഓക്കെ, നമുക്കറിയാം റീഡിങ്ങിൻ്റെ പാർട്ട് എയിലാണ് ഏറ്റവും കൂടുതൽ പാരഫ്രേസിങ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്. കാരണം ടൈം 15 മിനിറ്റിനുള്ളിൽ 20 ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ. ഇപ്പോൾ പാരഫ്രേസിങ്ങിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ പേഷ്യൻറ്റ് ഹാസ് ടേക്കൺ മെറ്റോക്ലോപ്രമൈഡ് എലോങ് സൈഡ് പാരസെറ്റമോൾ ദിസ് മേ അഫക്റ്റ് ദ ഡാഷ് ഓഫ് ദ പാരസെറ്റമോൾ. അപ്പം മെറ്റോക്ലോപ്രമൈഡ് പാരസെറ്റമോളിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും പാരസെറ്റമോളിൻ്റെ എന്തിനെ അത് ബാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് എന്തിൻ്റെ പാരഫ്രേസിങ് ആണെന്ന് നമുക്ക് മനസ്സിലാവണം. ഇവിടെ 2 ഡ്രഗ് കൊടുത്തിട്ട് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഇത് ഡ്രഗ് ഇൻട്രാക്ഷനിലാണ് വരിക. അപ്പോൾ ഡ്രഗ് ഇൻട്രാക്ഷൻ്റെ പാരഫ്രേസിങ് ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് റീഡിംഗ് പാർട്ടിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ പാരഫ്രേസിങ് എങ്ങനെയാണ്, അത് എന്തിൻ്റെ പാരഫ്രേസിങ് ആണെന്ന് പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡ്രഗ് ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതിലാണ് ഇൻട്രാക്ഷൻ ഉള്ളത് അതിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെ പോയി നോക്കണം എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പാരഫ്രേസിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ റീഡിംഗ് പാർട്ടിയിലൊക്കെ പാരഫ്രേസിങ് നമ്മൾ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന പാരഫ്രേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പാരഫ്രേസ് ചെയ്ത് ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്നത് പോലെ ഉള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ കോംപ്രിഹെൻഷനാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതല്ല, അതിനകത്തുള്ള ഇൻഡയറക്റ്റ് മീനിങ് എന്താണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക, കോംപ്രിഹെൻഡ് ചെയ്യുക ഒരു പാരഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ദ റൈറ്റർ മെൻഷൻസ് എക്സ്റേസ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ടു ഹെൽപ്പ് എക്സ്പ്ലെയിൻ വൈ. എന്തോ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ എക്സ്റേനെ കുറിച്ച് റൈറ്റർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നോക്കുമ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് ഇതാണ്: Basically, mobile phones work by transmitting radio waves across a network or fixed antenna known as base station. അപ്പോൾ മൊബൈൽ ഫോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് അവിടെ പറയുന്നത്. Radio frequency waves are electromagnetic fields, and unlike other type of radiation such as X-ray or gamma rays, they are not powerful enough to cause cancerous mutations in human DNA. അപ്പം എക്സ്റേയോ ഗാമ റേസോ പോലെ ഈ മൊബൈൽ ഫോണിലെ റേഡിയേഷന് ക്യാൻസറസ് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നില്ല എന്നാണ് റൈറ്റർ പറയുന്നത്. നൺലെസ് ദ വേവ്സ് ആർ അബ്സോർബ്ഡ് ബൈ ടിഷ്യൂസ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ റേഡിയേഷൻ അല്ലെങ്കിൽ ഈ വേവ്സ് ടിഷ്യൂസ് അബ്സോർബ് ചെയ്യുകയും അത് ഡയറക്ട്ലി എക്സ്പോസ് ടു ദ ഡിവൈസ് ഇറ്റ് സെൽഫ് വെയർ വാട്ട് ഈസ് കോൾഡ് എ മൈൽഡ് ലോക്കൽ തെർമൽ എഫക്ട് ടേക്സ് പ്ലേസ്. അപ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്നില്ല, മൈൽഡ് ലോക്കൽ തെർമൽ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നതെന്ന് റൈറ്റർ പറയാണ്. അപ്പോൾ റൈറ്റർ ഒരു കാര്യം പറയുകയാണ്, ഇങ്ങനെ സംഭവിക്കില്ല, ഇതല്ല ശരി. ഓക്കെ, ഇങ്ങനെയല്ല, അൺലൈക്ക് അതർ ടൈപ്പ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയല്ല, അത് വേറൊരു രീതിയിലാണെന്ന് റൈറ്റർ പറയാണ്. അപ്പം ഇങ്ങനെയല്ല, വേറൊരു രീതിയിലാണെന്ന് പറയുന്നത് റൈറ്റർ കറക്റ്റ് ചെയ്യാനൊരു കാര്യം. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്: പീപ്പിൾസ് അസംഷൻസ് അബൌട്ട് റേഡിയേഷൻ ക്യാൻ ബി റോങ്. അപ്പം പീപ്പിൾസ് അസംഷൻ അബൌട്ട് റേഡിയേഷൻ ക്യാൻ ബി റോങ് എന്നുള്ളത് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടില്ല. ആളുകളുടെ അസംഷൻ റോങ് ആയേക്കാം അല്ലെങ്കിൽ റോങ് ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? റൈറ്റർ അവിടെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നതിലൂടെ നമുക്ക് ഇൻഡയറക്ട്ലി മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലേ? ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യനിൽ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറയുകയാണ് ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത്, വേറൊരു രീതിയിലാണെന്ന് പറയുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? നിങ്ങൾ ചെയ്യുന്ന രീതി തെറ്റായതുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കോംപ്രിഹെൻഡ് ചെയ്യേണ്ട പാരഗ്രാഫും ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ എന്നൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ
റീഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അതായത് കോംപ്രിഹെൻഷനിൽ നിങ്ങൾ ചലഞ്ചസ് ഫേസ് ചെയ്യും, അല്ലെങ്കിൽ പാരാഫ്രേസിങ്ങിൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, വെക്കാബുലറീസിൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, എലിമിനേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലംസ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പലർക്കും റീഡിങ് ആൻഡ് ലിസണിങ് ബുദ്ധിമുട്ടാണ്, മാർക്ക് കിട്ടുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്തുകൊണ്ട് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മാർക്ക് കൂടുന്നില്ല, ആ ഒരു ഐഡിയ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.